നമസ്കാരം, എല്ലാവർക്കും സൈലം IAS സ്വാഗതം. ഞാൻ അക്ഷയ് ഷാജി. UPSC, PSC, SSC എന്നിങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനുകൾക്കും ഇന്ത്യൻ പൊളിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന മേഖലകളിൽ നിന്ന് ഫ്രെയിം ചെയ്യപ്പെടുന്ന ചോദ്യങ്ങൾ ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ മത്സര പരീക്ഷകൾക്ക് ഈ മേഖലകളിൽ നിന്ന് ചോദിക്കുന്ന 99% ചോദ്യങ്ങൾക്കും കൃത്യമായി ആൻസർ നൽകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ UPSC ആസ്പിരൻസിന് പുറമെ മറ്റ് മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചും ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യപ്പെടുന്ന ചോദ്യങ്ങൾ ഈ പരീക്ഷകൾക്ക് നമ്മൾ കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും സൈലം IASന്റെ യൂട്യൂബ് ചാനലുകളിൽ, സൈലം IASന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ, സൈലം IASന്റെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആസ്പിരൻസിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു ഡിമാൻഡാണ് ഈ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫ്രീ യൂട്യൂബ് ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഡിമാൻഡ് പരിഗണിച്ചുകൊണ്ട് സൈലം IAS കാലത്തെ അതിജീവിച്ച ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്രീ യൂട്യൂബ് ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓൾമോസ്റ്റ് ഒരു 90 ലെക്ചറുകളിലായി ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും കോംപ്രിഹെൻസീവായി കവർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഉദ്ദേശം. ഇതിനാകെ വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് നിങ്ങൾ കൃത്യമായി എക്സ്റ്റെൻഡ് ചെയ്യും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വി ആർ ലോഞ്ചിങ് ദ ഫസ്റ്റ് ലെക്ചർ ഓഫ് ദിസ് ഇനീഷ്യേറ്റീവ് ആൻഡ് ദാറ്റ് വിൽ ബി ഡീലിംഗ് വിത്ത് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തെ പറ്റി പഠിച്ചുകൊണ്ട് നമ്മൾ ഈ യൂട്യൂബ് ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം എന്ന ലക്ഷ്മികാന്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, ആ ചാപ്റ്റർ ആയിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിസ്കസ് ചെയ്യും. പിന്നീട് നമ്മൾ സെലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസ് ചെയ്യും. ദെൻ പ്രിയാമ്പിൾ, ദെൻ വി വിൽ ഡിസ്കസ് ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നിങ്ങനെ the president, the prime minister, the union council of ministers, the parliament, the supreme court, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 14ഓളം നിയമങ്ങളെ പറ്റിയുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിസ്കഷനാണ്. പക്ഷേ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ നിയമം പഠിക്കേണ്ടത്, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതിനു മുൻപ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഈ ഒരു ഫ്രേസിനെ നമുക്ക് രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ്. ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് കേവലം 2 വർഷത്തിലധികം സമയം എടുത്തുകൊണ്ട് മാത്രമാണ് എന്ന് വിചാരിക്കാൻ പാടില്ല, അല്ലേ? 2 വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് എന്ന് പറയുന്നതിൽ ശരിയില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യപ്പെടുന്നത് 2 വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ടാണ്. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ എത്തിയ നാൾ വഴിക്ക് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. പല നിയമങ്ങളിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന ഡോക്യുമെന്റിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിയമത്തിൻ്റെ വഴികളിലൂടെയുള്ളൊരു സഞ്ചാരമുണ്ട്. അതായത് 1773 മുതലുള്ള ഒരു യാത്ര. ആ യാത്രയാണ് യഥാർത്ഥത്തിൽ ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് എന്ന് പറയുന്നത്. സോ വി വിൽ സ്റ്റാർട്ട് ഫ്രം ദി ഇയർ ഓഫ് 1600, 1600കളിൽ അല്ലെങ്കിൽ 1608 ആണ്. 1608-9 കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തുന്നതിൽ നിന്ന് വി വിൽ സ്റ്റാർട്ട് ഡിസ്കഷൻ. ആൻഡ് അതിനുശേഷം വി വിൽ മൂവ് ടു ദ 1773 റെഗുലേറ്റിംഗ് ആക്ട് ആൻഡ് ദെൻ വി വിൽ ഡിസ്കസ് ടിൽ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓൾമോസ്റ്റ് 14 നിയമങ്ങൾ, 14 ലോസ് ആർ ദർ. 14 നിയമങ്ങളുണ്ട്. ഈ 14 നിയമങ്ങളുടെ പ്രത്യേകത, ഈ നിയമങ്ങൾ വളരെ ബോറിംഗ് ആണ്, എത്ര പഠിച്ചാലും ഓർത്തിരിക്കാൻ സാധിക്കില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പലപ്പോഴും ആസ്പിരൻസ് ഷെയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മളത് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്
ഇതിൻ്റെ പ്രൊവിഷൻസ് നമ്മൾ കാണാതെ പഠിക്കേണ്ട സാഹചര്യം ഇനി ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് 1 മാർക്ക് എല്ലാ കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്കും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മേഖല കൂടിയാണ്. പക്ഷേ ഈ 14 നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പരിശ്രമം, ആദ്യത്തെ ഉദ്യമം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ബട്ട് ദിസ് ഇസ് വാട്ട് ഇസ് ദ ഫസ്റ്റ് ഇനീഷ്യേറ്റീവ്. ആൻഡ് ദെൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്കൻഡ് ബ്രാഞ്ച് അല്ലെങ്കിൽ സെക്കൻഡ് ഏരിയ ഈസ് മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റിയാണ് നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്നത്. അത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന വളരെ ഫാക്ച്വൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരുപാട് ഫാക്റ്റുകൾ മാത്രം പരാമർശിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കൺസെപ്ച്വലി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. ഈ 2 ഭാഗങ്ങളാണ് അല്ലെങ്കിൽ ഈ 2 ടോപ്പിക്സ് ആണ് യഥാർത്ഥത്തിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന മേഖലയിൽ നമ്മൾ പഠിക്കേണ്ടത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഇൻഫർമേഷൻ. ആദ്യത്തെ ഒരു ഇൻഫർമേഷനായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. വി ആർ ഫസ്റ്റ് മൂവിങ് ടുവേർഡ്സ് ദി ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ്. ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ 14 നിയമങ്ങളെ പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. ഈ നിയമങ്ങൾ വീണ്ടും നമ്മൾ 2ആയി കാറ്റഗറൈസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 1773 മുതൽ 1773 മുതൽ 1858 വരെ ഈ കാലഘട്ടത്തെ നമ്മൾ കമ്പനി റൂൾ എന്നാണ് പറയുക അല്ലേ? കമ്പനി റൂൾ, അതായത് കമ്പനിയുടെ ഭരണ കാലഘട്ടമാണ്. ഏത് കമ്പനി? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ കാലഘട്ടമാണ്. അതിനുശേഷം 1858 മുതൽ 1947 വരെ ഈ കാലഘട്ടത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ക്രൗൺ റൂൾ എന്നാണ്. അതായത് ബ്രിട്ടീഷ് രാജഭരണാധികാരി, ബ്രിട്ടീഷ് രാജകുടുംബം നേരിട്ട് നമ്മളുടെ രാജ്യം ഭരിക്കുകയാണ് ചെയ്യുന്നത്. കമ്പനിയിലൂടെയല്ല, നേരിട്ട് നമ്മളുടെ രാജ്യം ഭരിക്കുന്നു. ഈ കാലഘട്ടത്തെയാണ് നമ്മൾ ക്രൗൺ റൂൾ, രാജഭരണ കാലഘട്ടം എന്ന് പറയുക. അപ്പോൾ അങ്ങനെ 2 കാലഘട്ടത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്ന നിയമങ്ങൾ ഏതെല്ലാമാണ്? ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ നിയമം റെഗുലേറ്റിംഗ് ആക്ട് of 1773, Regulating Act of 1773. The second one, രണ്ടാമത്തെ നിയമം, it is the Pitt's India Act. Pitt's India Act of 1784. അതിനുശേഷം 4 ചാർട്ടർ ആക്ടുകൾ വരുന്നുണ്ട്. 4 ചാർട്ടർ ആക്ടുകൾ. സോ 3, 4, 5, 6 4 ചാർട്ടർ ആക്ടുകൾ വരുന്നുണ്ട്. ദ ചാർട്ടർ ആക്ട്, Charter Act of 1793, 1813, 1833 and 1853. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കമ്പനി ഭരണ കാലഘട്ടത്തിൽ പഠിക്കേണ്ടത്. ഇപ്പോൾ ഓരോ കാര്യങ്ങളെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ടോപ്പിക് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കമ്പനിയുടെ ഭരണ കാലഘട്ടമാണ്. ഇനി രാജഭരണ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കേണ്ടുന്ന നിയമങ്ങൾ ഏതൊക്കെയാണ്? രാജഭരണ കാലഘട്ടത്തിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇറ്റ് ഇസ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858, 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ആദ്യം പഠിക്കേണ്ടത്. രണ്ടാമത്തേത്, ഇനി അങ്ങോട്ട് 3 കൗൺസിൽസ് ആക്ട് ആണുള്ളത്. സോ 2, 3 and 4. ദ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861, the Indian Councils Act of 1892, the Indian Councils Act of 1909. 3 കൗൺസിൽസ് ആക്ടിനെ പറ്റി പഠിക്കണം. അതിനുശേഷം വീണ്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരികയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. പിന്നീട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി പഠിക്കണം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ആൻഡ് ഫൈനലി the Indian Independence Act of 1947. Right? So ഇത്രയും നിയമങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. പക്ഷേ ഇന്ന് നമ്മൾ ഫസ്റ്റ് നിയമം മാത്രമേ ഡിസ്കസ് ചെയ്യൂ. ആദ്യത്തെ ലെക്ചർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് സമയം ഞാൻ അപഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഫസ്റ്റ് നിയമം മാത്രമേ നമ്മൾ പഠിക്കൂ. ദാറ്റ് ഇസ് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. പക്ഷേ എന്തുകൊണ്ടാണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന്
നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. എന്തുകൊണ്ട് റെഗുലേറ്റിംഗ് ആക്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി. അപ്പോൾ ഇതിന് നിങ്ങൾ ചരിത്രത്തിൻ്റെ സഹായം കൂടി തേടണം. അതായത് കുറച്ച് ചരിത്രം അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് റെഗുലേറ്റിംഗ് ആക്ടിനെ പറ്റി കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1600-കളിൽ അല്ലെങ്കിൽ 1600-ന്റെ തുടക്കകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1608, 609 കാലഘട്ടം എന്ന് വിചാരിക്കുക. ഈ കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തുന്നു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അവരുടെ കയ്യിലൊരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റിന്റെ പേര് റോയൽ ചാർട്ടർ എന്നാണ്. റോയൽ ചാർട്ടർ. എന്താണ് ഈ റോയൽ ചാർട്ടർ? റോയൽ ചാർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ലൈസൻസ് ആണ്. ലൈസൻസ് ആര് നൽകിയിരിക്കുന്ന ലൈസൻസ് ആണ്? ബ്രിട്ടീഷ് രാജ്ഞി നൽകിയിരിക്കുന്ന ലൈസൻസ് ആണ്. ബ്രിട്ടീഷ് ക്വീൻ എലിസബത്ത് നൽകിയിരിക്കുന്ന ലൈസൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ക്വീൻ എലിസബത്ത് ഈ ലൈസൻസ് നൽകിയിട്ടുള്ളത്? ക്വീൻ എലിസബത്ത് ഈ ലൈസൻസ് നൽകിയിട്ടുള്ളത് ഈസ്റ്റ് ഇൻഡീസിൽ പോയി, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന അന്നത്തെ പ്രദേശമാണ്, ഞാൻ ഇപ്പോഴത്തെ ഇന്ത്യയെ പറ്റിയല്ല പറയുന്നത്, അന്നത്തെ പ്രദേശം, ഇന്നത്തെ ഇന്ത്യ അടങ്ങുന്ന ആ പ്രദേശത്ത് പോയി ബ്രിട്ടന് വേണ്ടി ട്രേഡ് ചെയ്യുക. ആർക്ക് വേണ്ടിയാണ്? ബ്രിട്ടന് വേണ്ടി ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രിട്ടന് വേണ്ടി ട്രേഡ് ആൻഡ് കൊമേഴ്സ് നടത്തുക. ഒരിക്കലും കമ്പനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ഓൺ ദി ബിഹാഫ് ഓഫ് ബ്രിട്ടൻ. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനിയെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജകുടുംബം ഇങ്ങനെ ഒരു ട്രേഡിംഗ് കമ്പനി ആയിട്ട് ഇന്ത്യയിലേക്ക് അയച്ചത്? എന്തുകൊണ്ടാണ്? ദ റീസൺ ഇസ് ദാറ്റ് ഈ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പോലും ഈ കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻസ് ആയിരുന്നു. ബ്രിട്ടീഷ് പൊളിറ്റിക്സിൽ വലിയ സ്വാധീനമുള്ള പൊളിറ്റീഷ്യൻസ് ആയിരുന്നു ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കമ്പനിക്ക് ഇന്ത്യയിൽ പോയി വ്യാപാരത്തിൽ ഏർപ്പെടാനുള്ള അധികാരം ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റേറ്റ് നൽകുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞി നൽകിയ റോയൽ ചാർട്ടറോടുകൂടി അവർ ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇന്ത്യയിലേക്ക് വന്നവർ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നു. ആൻഡ് ഒരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു, ദാറ്റ് ദിസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഗിവൻ മൊണോപ്പൊളി. അതായത് മറ്റ് ബ്രിട്ടീഷ് കമ്പനികളൊന്നും ഇന്ത്യയിൽ വ്യാപാരത്തിന് വേണ്ടി എത്തില്ല എന്ന ഒരു കുത്തകാവകാശം കൂടി ക്വീൻ എലിസബത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയിരുന്നു. എഗെയിൻ അതും ഈ പറയുന്ന ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻസിന്റെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഓഹരികൾ പക്കൽ സൂക്ഷിക്കുന്ന ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻസിന്റെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി നേടിയെടുത്തിട്ടുള്ള ഒന്നാണ് കമ്പനിയുടെ കുത്തക എന്ന് പറയുന്നത്. അതായത് ഈ പ്രദേശത്ത് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, വ്യാപാരം നടത്താനുള്ള അധികാരം ഒരേ ഒരു ബ്രിട്ടീഷ് കമ്പനിക്ക് മാത്രമേ ഉണ്ടായിരിക്കൂ, അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈവൻ അതൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുന്നു, വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. പലപ്പോഴും പല പ്രശ്നങ്ങൾ പ്രാദേശികമായിട്ടുള്ള ഭരണാധികാരികളുമായി ഉണ്ടാകുന്നു. അങ്ങനെ 1757 പ്രശസ്തമായ ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം ഉണ്ടാകുന്നു. ആൻഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പതുക്കെ ഒരു സൈനിക ശക്തിയായി മാറുകയാണ്. ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിക്കുന്നു. അതിനുശേഷം 1764 ആകുമ്പോഴേക്കും യഥാർത്ഥത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശക്തി തിരിച്ചറിയുന്ന ഒരു കാലത്തിലേക്ക് എത്തുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വീണ്ടും വിജയക്കൊടി പാറിക്കുന്നു. അങ്ങനെ ബാറ്റിൽ ഓഫ് ബക്സാർ യുദ്ധത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വീണ്ടും വിജയിക്കുന്നു. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശക്തമായി മാറുകയാണ്. ഇന്ത്യൻ മണ്ണിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശക്തമായി മാറുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു സൈനിക ശക്തിയായി മാറുന്നു. ആൻഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1765 ഒപ്പുവെച്ച അലഹബാദ് ഉടമ്പടിയിലൂടെ ദിവാനി അധികാരങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ദിവാനി റൈറ്റ്സ് ഏതെല്ലാം മേഖലകളിലാണ് ദിവാനി റൈറ്റ്സ് നേടിയെടുക്കുന്നത്? ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള, ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മേഖല, സേ ഫോർ എക്സാമ്പിൾ ബംഗാൾ ആൻഡ് ബംഗാളിനോട് അടുത്ത് കിടക്കുന്ന ബീഹാർ, ഒറീസ, ഈ മേഖലകളിന്മേലുള്ള ദിവാനി അധികാരം അലഹബാദ് ഉടമ്പടിയിലൂടെ ഷാ ആലം എന്ന മുഗൾ ഭരണാധികാരി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകുകയാണ്. അപ്പൊ എന്താണ് ഈ ദിവാനി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? ദിവാനി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ടു കളക്ട് ടാക്സ്
ആൻഡ് സിവിൽ ജസ്റ്റിസ്. നികുതി പിരിക്കാനുള്ള അധികാരം മാത്രമല്ല, നികുതി പിരിക്കുന്നതിനപ്പുറത്തേക്ക് ഇന്നത്തെ ഗവൺമെന്റ് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ ഈ പ്രദേശത്ത് ചെയ്യാനുള്ള അധികാരവും ആർക്ക് ലഭിക്കുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഗവൺമെന്റായി മാറുകയാണ്, ഒരു ഭരണശക്തിയായി മാറുകയാണ്. ഇന്ന് ഗവൺമെന്റ് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നികുതി പിരിക്കുന്നു. ആ നികുതി പണം ഉപയോഗിച്ച് നമ്മളെ ഭരിക്കുന്നു. അതേപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ പ്രദേശത്ത് ഒരു ഭരണശക്തിയായി മാറുന്നു, ഒരു ടെറിട്ടോറിയൽ പവറായി മാറുന്നു, ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമായി മാറുന്നു. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ചെറിയ ഗവൺമെന്റ് ആയി മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നികുതി പിരിക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നികുതി പിരിക്കാമെന്ന് പറയുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ക്വീൻ എലിസബത്ത് ഇങ്ങോട്ട് വിട്ടത് ട്രേഡിനും കൊമേഴ്സിനുമാണ്. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസ് യുദ്ധം നടത്തി നേടിയെടുത്ത ഒന്നാണ് ദിവാനി അധികാരം, നികുതി പിരിക്കാനുള്ള അധികാരം. അപ്പോൾ ഈ അധികാരം യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള അധികാരമാണോ അതോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസ് നേടിയെടുത്തിട്ടുള്ള അധികാരമാണോ ഈ നികുതി പിരിക്കുക എന്നുള്ളത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസ് നേടിയെടുത്തിട്ടുള്ള അധികാരമാണ്. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസ് വലിയ രീതിയിൽ അഴിമതിയിൽ പെടുകയും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അഴിമതി പ്രവർത്തിക്കുകയും ഈ അഴിമതിയിലൂടെ കമ്പനിക്ക് പണം ലഭിക്കുന്നതിന് പകരം ഈ ഒഫീഷ്യൽസ് പണക്കാരായി മാറുകയും ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒഫീഷ്യൽസ് എന്ത് ചെയ്യും? ഒഫീഷ്യൽസ് ഇന്ത്യയിൽ നിന്നുള്ള വളരെ ചീപ്പായിട്ടുള്ള കോട്ടൺ ടെക്സ്റ്റൈൽസ്, സിൽക്ക് പോലുള്ള പ്രൊഡക്ട്സ് അവർ വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ അവർ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യും. ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്തതിനു ശേഷം ദേ വിൽ എക്സ്പോർട്ട് ഇറ്റ് ടു ദ യൂറോപ്യൻ മാർക്കറ്റ്സ്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിൽ ഓൾറെഡി ആരുണ്ട്? ബ്രിട്ടീഷ് മെർച്ചൻസ് അടക്കമുള്ളവരുണ്ട്, അല്ലെ? ബ്രിട്ടീഷ് വ്യാപാരികളുണ്ട്. അപ്പൊ ഇങ്ങനെ ചീപ്പായിട്ടുള്ള കോട്ടൺ ടെക്സ്റ്റൈൽസും സിൽക്കും പോലുള്ള വസ്തുക്കൾ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസ് ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ബ്രിട്ടീഷ് മാർക്കറ്റിൽ, യൂറോപ്യൻ മാർക്കറ്റിൽ ഡംപ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ വ്യാപാരികളെ സംബന്ധിച്ച് ഇത് വലിയ ഒരു സംഘർഷം ഉണ്ടാക്കുന്ന കാര്യമാണ്, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അവിടുത്തെ പ്രൊഡക്ട്സിനുള്ള ഡിമാൻഡ് കുറയും. കാരണം ഇന്ത്യൻ പ്രൊഡക്ട്സ് വളരെ ചീപ്പാണ് ആൻഡ് പ്രൊഡക്ട്സിന്റെ സപ്ലൈ വളരെ കൂടുതലാണ്. വളരെ ചീപ്പായിട്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് കൂടുതൽ എക്സ്പോർട്ട് നടക്കുന്നു, കൂടുതൽ ലഭ്യത ഉണ്ടാവുന്നു, ഡിമാൻഡ് കൂടുതൽ ഇന്ത്യൻ പ്രൊഡക്ട്സിനായി മാറുന്നു. ഇത് ബ്രിട്ടീഷ് വ്യാപാരത്തെ വലിയ രീതിയിൽ ബാധിച്ചു. ബ്രിട്ടീഷ് വ്യാപാരികൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ ചെല്ലുന്നു. പാർലമെന്റിൽ ചെന്നിട്ട് പറയാണ്, ഇങ്ങനെ പോയാൽ സാധിക്കില്ല, ഇങ്ങനെ പോയാൽ ബ്രിട്ടീഷ് സാമ്പത്തിക സ്ഥിതി തന്നെ പരിങ്ങലിലാകും. അതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇറ്റ് ഷുഡ് ബി റെഗുലേറ്റഡ്. The first question is answered here. Who's gonna regulate whom? ആരെ നിയന്ത്രിക്കുന്നു റെഗുലേറ്റിംഗ് ആക്ടിലൂടെ എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് വ്യാപാരികളുടെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ, ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി നിർമ്മിക്കുന്ന ആദ്യത്തെ നിയമമാണ് The Regulating Act of 1773. I hope this is clear for you. റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നടത്തുന്ന അഴിമതി സമ്പന്നമായ ഭരണ പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ ഇറ്റ് ഇസ് മെൻഷൻഡ്. ഇറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് the affairs of East India Company in India. ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773യുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് ഈ റെഗുലേറ്റിംഗ് ആക്ടിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രൊവിഷനാണ്. അപ്പോൾ ഈ റെഗുലേറ്റിംഗ് ആക്ട് എന്തുകൂടി ചെയ്യുകയാണ്? റെഗുലേറ്റിംഗ് ആക്ട് യഥാർത്ഥത്തിൽ ഈ ചാർട്ടറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം ചെയ്യാനുള്ള അധികാരമാണ് കൊടുത്തിരുന്നത്, അല്ലേ? ഒരു കച്ചവട എൻറ്റിറ്റി ആയാണ്, കച്ചവട യൂണിറ്റ് ആയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നത്. അതിനുശേഷം അവർക്ക് ദിവാനി അധികാരം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പൊളിറ്റിക്കൽ അധികാരം കിട്ടുകയാണല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് അധികാരം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അധികാരം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഭരിക്കാനുള്ള അധികാരം കിട്ടുകയാണ്. ഈ ഭരിക്കാനുള്ള അധികാരത്തെ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിക്കണ്ടേ? ഈ ബ്രിട്ടീഷ് പാർലമെന്റ് ഭരിക്കാനുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരത്തെ അംഗീകരിക്കുന്ന നിയമം കൂടിയാണ് റെഗുലേറ്റിംഗ് ആക്ട്. സോ ദാറ്റ് ഇസ് ദ റീസൺ
It is the recognition of political and administrative functions of the East India Company in India by the British Parliament. ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണ സംബന്ധമായ അധികാരങ്ങളെ, അതായത് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളെ അംഗീകരിക്കുന്നത്, നിയമപരമായി അംഗീകരിക്കുന്ന നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ വാട്ട് ഇസ് ദി ആൻസർ? ദ ആൻസർ ഇസ് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഈ റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ട് എന്തായിരിക്കാം ബ്രിട്ടീഷ് പാർലമെന്റ് ഉദ്ദേശിക്കുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ് ഉദ്ദേശിക്കുന്നത് കൃത്യമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ആ കാലത്ത് 3 പ്രധാനപ്പെട്ട പ്രൊവിൻസസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പോലെ അന്നത്തെ കാലത്ത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഭരിക്കുന്ന പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങൾ, അത്തരം പ്രദേശങ്ങളെ നമുക്ക് പ്രൊവിൻസുകൾ എന്ന് മനസ്സിലാക്കാം. തൽക്കാലം ഇന്നത്തെ സ്റ്റേറ്റുകൾ പോലെ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അന്ന് സ്റ്റേറ്റ് ഒന്നും ആയിട്ടില്ല, കാരണം സ്റ്റേറ്റ് ഒക്കെ വരുന്നത് പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോഴൊക്കെയാണ്. അപ്പോൾ അന്ന് പ്രൊവിൻസസ് ആണുള്ളത്. പ്രൊവിൻസസും നാട്ടുരാജ്യങ്ങളും, പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളുമാണുള്ളത്. പ്രവിശ്യകൾ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്ന പ്രദേശങ്ങൾ. അങ്ങനെ 3 പ്രധാനപ്പെട്ട പ്രവിശ്യകളാണ് അന്നത്തെ കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിന് കീഴിലുണ്ടായിരുന്നത്. ഒന്ന് ബോംബെ, സെക്കൻഡ് വൺ ഇസ് ബംഗാൾ ആൻഡ് തേർഡ് വൺ ഇസ് മദ്രാസ്. 3 പ്രവിശ്യകളുണ്ടായിരുന്നു. ഈ 3 പ്രവിശ്യകളിൽ 3 പ്രവിശ്യകളുടെയും അധികാരം കൺസേൺഡ് ആയിട്ടുള്ള ഗവർണർക്കായിരുന്നു. ഓരോ പ്രവിശ്യകൾക്കും ഓരോ ഗവർണർമാരുണ്ടായിരുന്നു. ബംഗാൾ പ്രവിശ്യയ്ക്കും ഒരു ഗവർണർ ഉണ്ടായിരുന്നു, അതുപോലെ മദ്രാസ് പ്രവിശ്യയ്ക്കും ഒരു ഗവർണർ ഉണ്ടായിരുന്നു. ഇങ്ങനെ 3 ഗവർണർമാർ 3 പ്രവിശ്യകൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രവിശ്യകളുടെ ഗവർണർമാർക്കെല്ലാം സമാനമായ അധികാരമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാൻ ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിക്കുകയാണ്. അതായത് ബ്രിട്ടീഷ് പാർലമെന്റിന് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് വേണം, ഒരു പേഴ്സൺ ഓഫ് കോണ്ടാക്ട് വേണം. അതായത് ഈ 3 പേർക്കും ഒരേ അധികാരം കൊടുക്കാൻ പറ്റില്ല. ഇൻസ്റ്റഡ് ഒരാൾക്ക് കുറച്ച് കൂടുതൽ അധികാരം നൽകി അയാളോട് മറ്റ് 2 പ്രൊവിൻസസിന്റെയും മുകളിലുള്ള ഒരു സുപ്രീം അതോറിറ്റി ആയി ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് അയാളെ നിയന്ത്രിക്കുക, അയാളിലൂടെ മറ്റ് 2 പ്രൊവിൻസസിനെയും നിയന്ത്രിക്കുക. വീണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിൻസ്, ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരുന്ന, ഉൽപാദനക്ഷമത ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊവിൻസ് എന്ന് പറയുന്നത് ബംഗാളാണ്. അതുകൊണ്ട് ബംഗാളിലെ ഗവർണറെ ഗവർണർ ജനറൽ ആക്കി മാറ്റുന്നു. ഗവർണർ ജനറൽ ആക്കി മാറ്റുന്നു. ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ ചീഫ് ഗവർണർ, മുഖ്യ ഗവർണർ, ഗവർണർമാരിൽ മുഖ്യ ഗവർണർ. അപ്പോൾ ബംഗാളിലെ ഗവർണർ ഗവർണർ ജനറൽ ആകുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗവർണർ ജനറൽ മറ്റ് ഗവർണർമാരെ പോലെയല്ല, മറ്റ് 2 ഗവർണർമാരെ പോലെയല്ല. ഹി ഈസ് ദ സുപ്പീരിയർ. ഇദ്ദേഹത്തിനാണ് കൂടുതൽ അധികാരങ്ങൾ. ഇദ്ദേഹമാണ് മറ്റ് 2 ഗവർണറെക്കാൾ കൂടുതൽ ശക്തിയുള്ള ഗവർണർ. അപ്പൊ അങ്ങനെ ബംഗാൾ ഗവർണർ ഗവർണർ ജനറലായി മാറുന്നു എന്ന് പറഞ്ഞാൽ ദർ വാസ് എ ചേഞ്ച് ഇൻ ഡെസിഗ്നേഷൻ, അല്ലെ? പദവിയിൽ ഒരു മാറ്റം വന്നു. ഗവർണർ എന്നുള്ള പദവി എന്തായി മാറുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി മാറുന്നു. അപ്പൊ ഏത് നിയമത്തിലൂടെയാണ് ഗവർണർ ഓഫ് ബംഗാൾ പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി മാറുന്നത്? ദാറ്റ് ഇസ് ത്രൂ ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഉദ്ദേശിച്ചത്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഉദ്ദേശിക്കുന്നത് സെൻട്രലൈസേഷൻ എന്നുള്ളതാണ്. അതായത് കേന്ദ്രീകൃത ഭരണമാണ്. എല്ലാ അധികാരങ്ങളും ആരിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്? ഈ ബംഗാൾ ഗവർണറിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. ഒരാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു, അതിനുശേഷം അയാളെ നിയന്ത്രിക്കുന്നു. ഈ ബംഗാൾ ഗവർണർ ജനറലിന്റെ കീഴിൽ 4 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ കീഴിൽ ഒരു കാര്യനിർവഹണ സമിതി, ഇപ്പൊ നമ്മൾ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും എന്ന് പറയുന്നത് പോലെ ഒരു കാര്യനിർവഹണ സമിതി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ആളാരാണ്? ദാറ്റ് ഇസ് വാറൻ ഹേസ്റ്റിങ്സ്. അപ്പൊ 4 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. അതുപോലെ അത് കൂടാതെ വാറൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണ്. ഈ വാറൻ ഹേസ്റ്റിങ്സിലാണ് അധികാരങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ളത്, അല്ലെങ്കിൽ ബംഗാൾ ഗവർണർ ജനറലിലാണ് അധികാരങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ളത്. ഈ ബംഗാൾ ഗവർണർ ജനറൽ മറ്റ് ഗവർണർമാരെക്കാൾ സുപ്പീരിയർ ആണ് എന്നുകൂടി മനസ്സിലായി. ഇതാണ് യഥാർത്ഥത്തിൽ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. കേന്ദ്രീകരിക്കപ്പെടുകയാണ്, അല്ലെ? അധികാരങ്ങളൊക്കെ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. സോ വിച്ച് മീൻസ് ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് സെൻട്രലൈസേഷൻ.
ബിഗിനിങ് ഓഫ് സെൻട്രലൈസേഷൻ. പതുക്കെ പതുക്കെ അധികാരം ഒരു എൻറ്റിറ്റിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇതിൽ ഈ 4 എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളിൽ 3 പേരും ഈ വാറൻ ഹേസ്റ്റിങ്സിന്റെ തീരുമാനത്തെ എപ്പോഴും എതിർക്കുമായിരുന്നു. അതുകൊണ്ട് പല തീരുമാനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇത് വലിയൊരു തലവേദനയായിരുന്നു. ഈ തലവേദന എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ പറയാം. തൽക്കാലം ഇവിടെ ഇങ്ങനെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരുന്നു. പല രീതികൾ പരീക്ഷിച്ചു നോക്കുന്നു, അതിൽ വർക്കിംഗ് ആവുന്ന രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് എന്ന് മനസ്സിലാക്കുക. നൗ ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊവിഷൻ എന്ന് പറയുന്നത് യൂറോപ്യൻസിനെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി ഒരു സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് കൽക്കട്ട. കൽക്കട്ടയിൽ യൂറോപ്യൻസിനെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി ഒരു സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഈ സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചറിന്റെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് പേര് ഓർത്തിരിക്കുക, ഇറ്റ് ഇസ് എലിജ ഇംപെ. എലിജ ഇംപെ ഇസ് ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദി സുപ്രീം കോർട്ട്. ആൻഡ് ഈ സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന വർഷം കൂടി ഓർത്തിരിക്കുക, ഇറ്റ് ഇസ് 1774. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 കൽക്കട്ട ആസ്ഥാനമായി ഒരു സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ആൻഡ് ഇറ്റ് വാസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ട്രയൽ ഓഫ് യൂറോപ്യൻസ്. യൂറോപ്യൻസിനെ വിചാരണ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്കാരെ വിചാരണ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കാരണം ഇന്ത്യൻ നിയമങ്ങൾ വളരെ അപരിഷ്കൃതമാണ് എന്ന ഒരു കൺവിക്ഷൻ ആയിരുന്നു ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ നിയമം പലപ്പോഴും യൂറോപ്യൻ നിയമങ്ങളുമായി കോൺഫ്ലിക്റ്റിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് യൂറോപ്യൻ സബ്ജക്ട്സിനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സബ്ജക്റ്റുകൾ മാത്രമാണ് ഈ സുപ്രീം കോടതിയുടെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്നത്. റെഗുലേറ്റിംഗ് ആക്ടിന്റെ മറ്റൊരു സവിശേഷത ഇതാണ്. ഇത് കൂടാതെ എന്താണ് ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെന്ററി നിയമത്തിലൂടെ കമ്പനിയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അല്ലേ. അതായത് കമ്പനിയുടെ ഒഫീഷ്യൽസിനെ നിയന്ത്രിക്കുക, അവര് സ്വകാര്യ വ്യാപാരം നടത്താതെ നിയന്ത്രിക്കുക, അവര് കൈക്കൂലി വാങ്ങാതെ നിയന്ത്രിക്കുക, അവർ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കണം, സ്വന്തം താല്പര്യത്തിന് വേണ്ടി പണിയെടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ റെഗുലേറ്റിംഗ് ആക്ട് പറഞ്ഞു, ദ സെർവൻസ് ഓഫ് കമ്പനി യു ഷാൽ നോട്ട് എൻഗേജ് ഇൻ പ്രൈവറ്റ് ട്രേഡ്, യു ഷാൽ നോട്ട് ആക്സെപ്റ്റ് എനി പ്രസൻസ് ഓർ ബ്രൈബ്സ്. നിങ്ങളൊരു കാരണവശാലും സ്വകാര്യ വ്യാപാരത്തിൽ എൻഗേജ്ഡ് ആവാൻ പാടില്ല, നിങ്ങൾ പ്രസന്റേഷൻസ് സ്വീകരിക്കാൻ പാടില്ല, കൈക്കൂലി സ്വീകരിക്കാൻ പാടില്ല എന്ന നിബന്ധന കൂടി ഏർപ്പെടുത്തി. ഇതുകൂടാതെ കമ്പനിക്കൊരു മാനേജ്മെന്റ് ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡിന്റെ പേര് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഏതൊരു കമ്പനിക്കും ഉള്ളതുപോലെ ഒരു മാനേജ്മെന്റ് ബോർഡാണ്. ഈ മാനേജ്മെന്റ് ബോർഡ് കൃത്യമായി ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സ് സംബന്ധിച്ച് കൃത്യമായ ആശയവിനിമയം നടത്തിയിരിക്കണം. അതായത് കൃത്യമായി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം. ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് റിപ്പോർട്ട് ടു ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കും എങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് റവന്യൂ വിഷയങ്ങളിലാണെങ്കിലും ഭരണസംബന്ധമായ മറ്റു വിഷയങ്ങളിലാണെങ്കിലും ഇനി സൈനിക സംബന്ധമായ വിഷയങ്ങളിലാണെങ്കിലും എത്ര രൂപ ചെലവാക്കി, എത്ര രൂപ വകയിരുത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അറിയിക്കണം എന്ന നിബന്ധന കൂടി ഏർപ്പെടുത്തി. പ്രധാനമായും റെഗുലേറ്റിംഗ് ആക്ടിൽ 2 പോരായ്മകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ പോരായ്മ, ഫസ്റ്റ് പോരായ്മ എന്തായിരുന്നു? ഫസ്റ്റ് പോരായ്മ, എക്സിക്യൂട്ടീവ് കൗൺസിലിൽ വാറൻ ഹേസ്റ്റിങ്സിന് പലപ്പോഴും മെജോറിറ്റി കിട്ടുമായിരുന്നില്ല. അതൊരു പോരായ്മയായിരുന്നു. രണ്ടാമത്തേത്, ഈ സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ യൂറോപ്യൻസിന്റെ ട്രയൽസിന് വേണ്ടി മാത്രമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്, ഇന്ത്യക്കാരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടില്ല. ഈ 2 പോരായ്മകളും പിന്നീട് അങ്ങോട്ടുള്ള പിറ്റ്സ് ഇന്ത്യ നിയമത്തിൽ മറികടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് മറികടക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് പിറ്റ്സ് ഇന്ത്യ നിയമത്തിൽ നോക്കാം. സോ സമ്മറൈസിംഗ് ദ തിങ്സ് ഓൾ ടുഗെദർ, റെഗുലേറ്റിംഗ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണസംബന്ധമായ അധികാരങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ആദ്യത്തെ നിയമമാണ്. കേന്ദ്രീകൃത ഭരണത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ആണ്. കേന്ദ്രീകൃത ഭരണം അവസാനിച്ചിട്ടൊന്നുമില്ല. കേന്ദ്രീകൃത ഭരണം എന്ന് പറഞ്ഞാൽ ഒരാളിലേക്ക്, ഒരു എൻറ്റിറ്റിയിലേക്ക് അധികാരങ്ങൾ മുഴുവനും എത്തിക്കാനുള്ള ശ്രമത്തിന്റെ തുടക്കത്തിന്റെ ഭാഗമായി ഗവർണറായിരുന്ന
ആളെ അല്ലെങ്കിൽ ബംഗാളിലെ ഗവർണർ ആയിരുന്ന ആളെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി ഡെസിഗ്നേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദർ വാസ് എ ചേഞ്ച് ഇൻ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഇസ് ചീഫ് എമംഗ്സ്റ്റ് ദി അതർ ഗവർണേഴ്സ്. ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് കീഴിൽ ഒരു കാര്യനിർവഹണ സമിതി ഉണ്ടാകുന്നു. അതായത് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടാകുന്നു. എക്സിക്യൂട്ടീവ് കൗൺസിൽസിൽ 4 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 4 മെമ്പേഴ്സിൽ 3 പേരും വാറൻ ഹേസ്റ്റിങ്സിന് എതിരായി ആയിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതൊരു പോരായ്മയായിരുന്നു. ആ പോരായ്മ പിന്നീട് പരിഹരിക്കപ്പെടും. ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഇറ്റ് ഇസ് വാറൻ ഹേസ്റ്റിങ്സ്. ആദ്യമായി ഒരു സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതുവരെ ഇന്ത്യയിൽ ജുഡീഷ്യറി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ അപരിഷ്കൃതമായ ജുഡീഷ്യൽ ആക്ഷൻസ് ഒക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഈ തളച്ച എണ്ണയിൽ കൈമുക്കി സത്യം പറയിക്കുക, പാമ്പിൻ്റെ പൊത്തിൽ കൈയിട്ട് പാമ്പ് കൊത്തിയാൽ കുറ്റവാളിയാണ് എന്ന് വിധി എഴുതുക. അങ്ങനെ അപരിഷ്കൃതമായ രീതിയിലാണ് നമ്മളുടെ ജുഡീഷ്യറി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഫോർമൽ സെറ്റപ്പ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് ആദ്യമായി ഒരു ജുഡീഷ്യൽ സ്ട്രക്ചറൽ സെറ്റപ്പ് നമ്മൾക്ക് നൽകുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ വിചാരണയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ 1773 റെഗുലേറ്റിംഗ് ആക്ട് സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. കമ്പനി ഓഫീഷ്യൽസിനോട് യാതൊരു തരത്തിൽ സ്വകാര്യ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ സ്വകാര്യ വ്യാപാരത്തിൽ ഏർപ്പെടാൻ പാടില്ല, ദെൻ കൈക്കൂലി വാങ്ങാൻ പാടില്ല, പ്രസൻറ്റേഷൻസ് വാങ്ങാൻ പാടില്ല എന്നുകൂടി റെഗുലേറ്റിംഗ് ആക്ട് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ബോർഡ് കൃത്യമായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ കമ്പനിയുടെ സൈനിക സംബന്ധമായ കാര്യങ്ങളെപ്പറ്റിയും ഭരണ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റിയും റവന്യൂ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റിയും, അതായത് എത്ര വന്നു, എത്ര പോയി, എത്ര രൂപ കിട്ടി, എത്ര ചെലവഴിച്ചു എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയെല്ലാം കൃത്യമായി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലൂടെ ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായി മുന്നോട്ട് വെച്ച നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ലെക്ചറിന്റെ സമയം കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നുന്നു. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് റെഗുലേറ്റിംഗ് ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള നിയമങ്ങൾ നമ്മൾ ഓരോ ചെറിയ പോർഷൻസ് ആയിരിക്കും ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുക. എല്ലാ നിയമങ്ങളും ഒരുമിച്ച് പഠിപ്പിച്ച് പോകുന്നില്ല. ഓരോ നിയമങ്ങൾ അല്ലെങ്കിൽ ഒരു തവണ ഒരു ലെക്ചറിൽ തീർക്കാൻ സാധിക്കുന്ന നിയമങ്ങൾ മാത്രമായിരിക്കും നമ്മൾ പരിഗണിക്കുക എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത ലെക്ചറിൽ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. നിങ്ങൾക്ക് ഈ ഇനീഷ്യേറ്റീവ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്കിത് ഗുണപ്രദമാണ് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ലൈക്സ് തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ടേക്ക് കെയർ.